അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവപ്പെടുന്ന നാൾ മുതൽ അവൻ്റെ പഠനം ആരംഭിക്കുന്നു, അറിവ് ആർജിക്കുന്നത് ആരംഭിക്കുന്നു. അപ്പോൾ പിതാവും മാതാവും ഒരുമിച്ച് ഒരു കുഞ്ഞിനെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവരിക, അത് അതിൻ്റെ രൂപപ്പെടൽ മുതൽ, ഗർഭത്തിൽ അത് രൂപപ്പെടുന്നതിൽ മുതൽ തുടങ്ങുന്നു. നമ്മുടെ ഒരു സംസ്കാരത്തിൽ ഷോഡശ സംസ്കാരങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ വിഷയം ഒന്ന് ആലോചിച്ചാൽ നന്നായിരുന്നു. മനുഷ്യ ജീവിതത്തെ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം എന്ന് പറയുന്ന പഠിപ്പ് നേടാൻ വേണ്ടിയാണ്. ഭൗതിക വിദ്യ മാത്രമല്ല, ആത്മീയ വിദ്യ കൂടി നേടിയെടുക്കാനുള്ളതാണ് ബ്രഹ്മചര്യം. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചതാണ്. ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ജ്ഞാനമാണ്, വിദ്യ. അത് നേടിയെടുക്കാൻ വേണ്ടി ചരിക്കുന്ന സന്ദർഭം എന്നാണ്. അല്ലാണ്ട് ഭൗതിക വിദ്യ മാത്രം അല്ല. ഇന്നലെ പറഞ്ഞ പോലെ വിജ്ഞാനം ജ്ഞാനമാക്കി മാറ്റാനുള്ള ഒരു പാഠമാണ് കിട്ടേണ്ടത്. ഇങ്ങനെ വേണ്ട വിധത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വരുന്ന ഒരാൾക്കാണ് ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശനമുള്ളത്. അല്ല, ബ്രഹ്മചര്യം ഇല്ലാതെ കണ്ട് ആർക്കും പറ്റില്ല. അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും ആദ്യം സഞ്ചരിച്ചു പോകുന്നത് ഇതിൽ കൂടിയാണ്, പഠിപ്പിലൂടെയാണ്. പക്ഷെ ആ പഠിപ്പിൻ്റെ തോതിൽ അറിവ് ആർജിക്കുന്നതിൽ ഒത്തിരി വ്യത്യസ്തം വരാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഭാരതീയർ മാത്രമാണ് ഈ വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റി കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മചര്യത്തോടു കൂടിയാണ് ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിന് മുമ്പുള്ളൊരു മുന്നൊരുക്കമാണ് വാസ്തവത്തിൽ ഈ ബ്രഹ്മചര്യം. എങ്ങനെ ഗൃഹസ്ഥാശ്രമത്തെ കേടുവരാതെ ഭംഗിയാക്കി മനോഹരമാക്കി എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു പാഠം ഇവിടുന്ന് കിട്ടും. വേണ്ട വിധത്തിൽ ബ്രഹ്മചര്യം കിട്ടിയാൽ ഗാർഹസ്ഥ്യം സുന്ദരമാണ്. ഈശ്വരപാദങ്ങളിൽ അർപ്പിക്കാനുള്ള ഒരു പാത്രമാണ് ഗാർഹസ്ഥ്യം. ആ പാത്രമാണെന്നറിഞ്ഞ് ആ പാത്രശുദ്ധി ഈ ബ്രഹ്മചര്യത്തിൽ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഗൃഹസ്ഥാശ്രമം നന്നായി വരികയുള്ളൂ. ആ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ലക്ഷ്യം ഒരു സത്പുത്രന് വേണ്ടി മാത്രമാണ്. നല്ല സന്തതി, നല്ല പ്രജ എന്ന് മാത്രമേ ഉള്ളൂ. പുത്രനായാലും പുത്രിയായാലും കുഴപ്പമില്ല, അതൊരു പ്രജയായിരിക്കണം. അതൊരു നല്ല പ്രജയായി തീരണം. അതിനുവേണ്ടിയുള്ള സങ്കല്പങ്ങളും പ്രാർത്ഥനകളും വിധാനങ്ങളും ഒക്കെയാണ് ഈ വിവാഹമെന്നുള്ള ചടങ്ങിൽ കൂടി തന്നെ നടന്നു വരുന്നത്. അതാണ് വിവാഹത്തിൻ്റെ ചടങ്ങിലെ സപ്തപതിയിലെ 5ാമത്തെ പതിയുടെ പേര് പഞ്ചപതിന പ്രജായീഭവ. 5ാമത്തെ ചുവട് വെക്കുന്ന ഒരു നല്ല പ്രജ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നും ഓരോ അർത്ഥമുണ്ട്. അതിൽ ഒന്നിൻ്റെ ഓരോ ചുവടുകൾ വധൂവരന്മാരെ ഒന്നിച്ച് മുമ്പോട്ട് വയ്ക്കണം എന്നാണ്. ഒന്ന് ധനമുണ്ടാക്കാൻ വേണ്ടി, മറ്റൊന്ന് അന്നമുണ്ടാക്കാൻ വേണ്ടി, ഒന്ന് ഗൃഹസ്ഥാശ്രമം നന്നാക്കാൻ വേണ്ടി, ഒന്ന് സത്പ്രജയ്ക്ക് വേണ്ടി എന്നിങ്ങനെ മനോഹരമായ ഓരോ സങ്കല്പങ്ങൾ 2 പേരെ കൊണ്ട് ഉച്ചരിച്ചുകൊണ്ടാണ്. പക്ഷെ സംസ്കൃത വാക്കായി പോയെന്ന് മാത്രമേ ഉള്ളൂ. അതെ, അത് ഉച്ചരിച്ചുകൊണ്ടാണ് 7ാമത്തെ വരുമ്പോഴാണ് സപ്തപദിന സഖാഭവ എന്ന് തീരുന്നത്. അങ്ങനെയാണ്. അതായത് ഭൗതികവും ആത്മീയവുമായ എല്ലാം അന്നം ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം, പ്രജയുണ്ടാവണം, ഇതൊക്കെ ജീവിതത്തിന് ആവശ്യമാണ്. ഇങ്ങനെ മനോഹരമായ ഒരു സപ്തപതി എന്ന് ഒരു ചടങ്ങ് വിവാഹങ്ങളിലുണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പം അത്രയൊന്നുമില്ല എങ്കിൽ തന്നെയും. അപ്പോൾ അതിൽ ഒരു നല്ല പ്രജയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ ലക്ഷ്യം തന്നെ ഒരു നല്ല പ്രജ, ഒരു നല്ല സന്തതി ഉണ്ടാവാനാണ്. കാമകേളികളുടെ ഒരു കൂത്തരങ്ങല്ല വിവാഹം. അങ്ങനെയാണ്. ഇപ്പം ഇത്രയുമൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടം ഇത്രയും പുരോഗമിച്ചിട്ടും, ഇത്രയധികം വളർന്നിട്ടും, ഇത്രയധികം പഠിപ്പ്. അന്നൊക്കെ എല്ലാ ദിവസവും ഒന്നും പഠിക്കില്ല. അനധ്യായ ദിവസങ്ങൾ ഒത്തിരി ഉണ്ട്. അനധ്യായ ദിവസം പഠിക്കില്ല. ഒരു പക്ഷത്തിൽ 4 ദിവസം വരും അനധ്യായ ദിവസമാണ്. അഷ്ടമി പഠിക്കില്ല, വാവിൻ്റെ അന്ന് പഠിക്കില്ല, തലേ ദിവസം പഠിക്കില്ല, പിറ്റേ ദിവസം പഠിക്കില്ല. ഇത് പഠിക്കാതെ കണ്ട് മഹാപണ്ഡിതന്മാരും മനീഷികളുമായവർ ഭാരതത്തിൽ ജനിച്ചിരുന്നു. ഇന്ന് 24 മണിക്കൂറിൽ 18.5 മണിക്കൂർ മെനക്കെട്ട് കൂടിയിരുന്ന് പഠിപ്പിച്ചിട്ട് ഒരു വിവേകാനന്ദ സ്വാമിയോ ഒരു ശങ്കരാചാര്യ സ്വാമിയോ ഉണ്ടാക്കാൻ ഭാരതത്തിന് കഴിയുന്നില്ല. ഇനിയുമെങ്കിലും ഇത്രയും പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ സങ്കല്പം തിരിച്ചറിഞ്ഞിട്ട് ആവുന്ന വിധത്തിലൊക്കെ ആചരിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം ബാക്കി കാമകഴികൾ നടന്നോട്ടെ, ഇതിലെങ്കിലും സത്പുത്ര ജനനത്തിന് വേണ്ടി നല്ല സമയത്ത് നല്ല കാലം നോക്കി നല്ല മനസ്സോടെ നല്ല ചിന്തയോടെ ഒരു പുത്രനെ സൃഷ്ടിക്കാൻ സാധിച്ചാൽ ഗാർഹസ്ഥ്യ ജീവിതം പരിശുദ്ധമാകും, സമ്പന്നമാകും.